നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. കുറച്ച് ദിവസങ്ങളായി എൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ധാരാളം വാട്സപ്പ് വരുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തതെന്നുള്ളത്. ഇപ്പോൾ ഡെയിലി ഹീലിംഗ് നടക്കുന്നത് കൊണ്ട് ഈ നെഗറ്റീവ്സ് കുറച്ച് സ്റ്റോക്കായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അത് വർഷത്തിൽ ഒരിക്കൽ ആ സ്റ്റോക്കൊക്കെ അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 വീക്ക് ടോട്ടലി എൻ്റെ ബോഡി ഡൗൺ ആക്കും. ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഫുള്ളി തളർന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ ശരീരം. നമ്മൾ പോലും നിയന്ത്രിച്ചാൽ ആ തളർച്ച മാറ്റാൻ പറ്റില്ല, ടോട്ടലി ഡൗൺ ആയിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലൈസ് ആകേണ്ടി വരും. ഡ്രിപ്പിൽ ആ 7 ദിവസം കഴിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ സൗണ്ട് ക്ലിയറായി വരുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു 4 to 5 ഡേയ്സ് അത് കഴിഞ്ഞാൽ എത്ര തളർന്ന ഒരു ശരീരമാണെങ്കിലും അത് റിവേർട്ട്, അത് ഞാൻ തിരിച്ചു വന്നത് സ്വന്തമായിട്ട് കാർ ഓടിച്ച് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് 6th ഡേ വന്നത്. അപ്പോൾ ഹോസ്പിറ്റലുകാർ തന്നെ അതിശയമുണ്ടായി, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നത്. അത് എല്ലാ വർഷവും നടക്കാറുള്ള ഒരു റൂട്ടീനാണ്. ചിലപ്പോൾ പറയാം എനർജി ബാലൻസിങ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ഈ പറയുന്നവരുടെയൊക്കെ നെഗറ്റീവ്സ് എടുക്കുമ്പോൾ അത് റീബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൂടിയാണ് ഈ ഒക്ടോബർ നവംബർ സമയം. ആ ഒരു 7 ഡേയ്സ് ടോട്ടലി ഡൗൺ ആയിരിക്കും, എനർജി ഡൗൺ ആയിരിക്കും. കാരണം റീബൂസ്റ്റ് നടക്കേണ്ടതുണ്ട്. അതാണ് ഉപാസനയുടെ ഒരു ഭാഗം. പൂർണ്ണമായ രീതിയിൽ ഹൈഡ്രജൻ ബലൂൺ പോലെ അല്ല കാര്യങ്ങൾ. അതിൽ ചിലപ്പോൾ വേദന ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ നിയന്ത്രണത്തിലാവത്തില്ല. അത് ഉപാസനാമൂർത്തിയിൽ ആയിരിക്കും എല്ലാ കാര്യങ്ങൾ. നമ്മളെങ്ങനെ നടത്തിക്കണം, നമ്മളെപ്പോൾ ഉണരണം, ഒക്കെ ഉപാസനാമൂർത്തിയെ ആശ്രയിച്ചിരിക്കും. അതാണ് ഒരു ഉപാസനയുടെ രീതികളെന്ന് പറഞ്ഞാൽ. ചുമ്മാ നമ്മൾ കാണിക്കുന്ന ഒരു കാട്ടായം അല്ല ശരിക്കും ഒരു ഉപാസന. പ്രത്യേകിച്ച് നമ്മുടെ മഠത്തിൽ തന്നെ 10,008 സാളഗ്രാമങ്ങളും നർമ്മദേശ്വർ 4 നർമ്മദേശ്വരും അങ്ങനെ 12 ഭാവങ്ങളിൽ, പിന്നെ ശ്രീചക്രവും, ഇത് 3ഉം ഉപാസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലോഡിങ് എനർജി ഒക്കെ കൂടി വരുമ്പോൾ അതിൽ ആ ഒരു പീക്ക് സ്റ്റേജ് ആകുമ്പോഴാണ് ഇങ്ങനൊരു തളർച്ച ശരീരത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ സൗണ്ടൊക്കെ ഇപ്പോൾ 2 ദിവസം മുമ്പാണെങ്കിൽ ഈ സൗണ്ട് പോലും വരാത്ത രീതിയിലാണ്. ഇപ്പോൾ ബാക്കപ്പ് ആയി വരുന്നു, നടപ്പൊക്കെ ശരിയായി വരുന്നു. പക്ഷേ യാതൊന്നിനും ഇപ്പോഴും ഉപാസന ചെയ്യാനാണെങ്കിൽ തന്നെയും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊരു ഉപാസനയുടെ ഒരു ഘട്ടമാണ്. അത് എല്ലാ വർഷവും എന്നുള്ള രീതിയിൽ റൂട്ടീൻ ആയതുകൊണ്ട് അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഈ ഒരു തളർച്ച. അപ്പോൾ ഇന്നത്തെ വിഷയം ശത്രു സംഹാരം. നാം എല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ അങ്ങോട്ട് സംഹരിക്കുക, ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും കുടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കൈയും കാലും ഒടിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ അതല്ല കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപാസനയിൽ ഇപ്പോൾ എല്ലാ മനുഷ്യരിലും നമ്മുടെ കുണ്ടലിനി എനർജികൾ, ചക്രങ്ങൾ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. ആ ഉണർന്നിരിക്കുന്ന ഭാവത്തിൽ ഓരോ ചക്രങ്ങളും നമ്മുടെ ഓരോ അവയവങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. എന്നാണോ ഈ ചക്രങ്ങൾ ഡൗൺ ആവുന്നത് അന്നാണ് നാം മരണം എന്ന് പറയുന്നത്. ഈ ശരീരം വിട്ട് ചക്രങ്ങൾ ഡൗൺ ആവുന്ന ഒരു അവസരം, അതായത് ടോട്ടലി സ്തംഭിക്കുന്ന ഒരവസരമാണ് സമയമാണ്
മരണപ്പെട്ടു എന്ന് ഞങ്ങൾ പറയുന്നത്. ഈ ശരീരം വിട്ട് ആത്മാവ് പോയി എന്ന് പറയും. ചക്രങ്ങൾ ഒരു വ്യക്തിയിൽ എന്ന് നിലയ്ക്കുന്നു, ആ ശരീരം പിന്നെ വളയാനോ ഒടിയാനോ ഒന്നും പറ്റില്ല. സ്ട്രെയിറ്റ് ഒരു ഉണക്കത്തടി ഇടുന്ന ഒരു അവസ്ഥയാണ് ശരീരത്തിന്. അതാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്രങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മളിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതേപോലെ ബാക്കിയുള്ള സാമ്പത്തിക, ദാമ്പത്തിക, ശത്രു, ഇതൊക്കെ നമ്മുടെ ചക്രങ്ങളാണ്. ശരീരകോശങ്ങളെ മാത്രമല്ല, മാനസികമായിട്ടാണെങ്കിലും ബാഹ്യമായിട്ടായിട്ടുള്ള ഈ പറയുന്ന ശത്രുക്കൾ, ഇതെല്ലാം ഓരോ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ വ്യതിയാനങ്ങളാണ്. ആ വ്യതിയാനങ്ങൾ ടോട്ടൽ ബാലൻസ് ആകുമ്പോഴാണ് നമ്മൾക്ക് ശത്രുക്കൾ കുറയുക, അതേപോലെ നല്ല ഭക്തികൾ തോന്നുക ഭഗവാനോട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വഴിപാടായ ശത്രു സംഹാര പൂജ നമ്മൾ അമ്പലത്തിൽ ചെയ്തതുകൊണ്ട് എന്താണ്, ശത്രുക്കൾ അകലുമോ? ഈ ഒരു തലം ഒരു ഇൻറ്റേർണൽ കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിപാട് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്. ആ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, ശത്രു, ഞാൻ വിചാരിച്ച എൻ്റെ ശത്രു, അവന് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ബൂസ്റ്റിംഗ് പോസിറ്റീവ്നെസ് നമ്മുടെ ഉള്ളിൽ വന്നു. ഈ ഒരു പോസിറ്റീവ്നെസ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടത്. ഭയം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തട്ടിയാൽ അത് ചക്രങ്ങളെ ബാധിക്കും. അവിടെ ചക്രങ്ങൾ ഡൗൺ ആവും. അപ്പോഴത്തേക്ക് നമ്മൾ എന്താണോ മനസ്സിൽ പേടിക്കുന്നത് അത് സംഭവിക്കും. അത് മാറ്റുക എന്നുള്ള ലക്ഷ്യം, ഒരു ഇൻറ്റേർണൽ കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന ഓരോ പൂജകൾ ഒക്കെ എക്സ്റ്റേണലി ചെയ്യുന്നത്. ഇൻറ്റേർണലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ധ്യാനത്തിലിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്ര ഹീലിങ്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു പ്രക്രിയ, യോഗമുറ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ അത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ശത്രുദോഷമോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമോ അതല്ലെങ്കിൽ ശാരീരിക പ്രശ്നമോ ഒക്കെ കംപ്ലീറ്റ്ലി നമ്മളിൽ മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഞാൻ എങ്ങനെ ഇങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത്, ഞാൻ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലൈസ് ആയത്, എനിക്കും അത് ചെയ്തുകൂടെ എന്ന് അങ്ങനെ ചോദ്യം വരും. അതപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇൻഡിവിജ്വലി ഒരു ലൈഫാണ് ചെയ്യുന്നത്, നിങ്ങളുടെ കുടുംബം. പക്ഷേ നിങ്ങൾക്കും എനിക്കുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റീസ് ഒരിക്കലും എടുക്കുന്നില്ല. നിങ്ങളുടെ ബോഡി ഇൻഡിവിജ്വലി സെറ്റാണ്. പക്ഷെ എൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഉപാസനാമൂർത്തിയുടെ കൂടിയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ മുമ്പിലൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ്റെ ഫുൾ നെഗറ്റിവിറ്റി എന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. മാത്രമല്ല ഹീൽ ചെയ്യുമ്പോഴും ആ നെഗറ്റിവിറ്റി ഞാൻ എടുക്കുകയും ചെയ്യും. ഇപ്പോൾ സാധാരണക്കാർ ഓരോരുത്തർ പറയാറുണ്ട്, സ്വാമി ഒന്ന് വീട്ടിൽ വന്നു കൂടെ എന്നുള്ളത്. അവരുടെ ലക്ഷ്യം എന്നെ അവിടെ സ്വാഗതം ചെയ്യുകയല്ല, മറിച്ച് എൻ്റെ കാല് പതിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി എടുക്കുന്ന ഭാവമാണ്. അവരുടെ ലക്ഷ്യം അതാണ്. എൻ്റെ ബോഡി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള നെഗറ്റിവിറ്റി ഫുൾ എടുക്കും. പിന്നെ ഞാൻ 2-3 ദിവസം ഡൗൺ ആയിരിക്കും. അതാണ് ഒരു പുറം. അതുകൊണ്ടാണ് ഇങ്ങനെ വർഷത്തിലൊരിക്കൽ എൻ്റെ ശരീരം ഡൗൺ ആവുന്നത്. അത് ഒരു 2 വീക്സിനുള്ളിൽ പഴയതിനേക്കാളും കൂടുതലായിട്ട് ഫുൾ എനർജിയോടെ പ്ലസ് എനർജിയോടെ ആ ഘട്ടം അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, ഉപാസകർ പൂർണ്ണ ഉപാസന, വൈരാഗിയായിട്ടുള്ള ഉപാസനയുടെ ഓരോ ഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ സാധാരണ ഉപാസനകൾ വരുമ്പോൾ അത് കാഷ്വലി ആഗ്രഹപൂർത്തിക്കായിട്ടുള്ളതാണ്. പക്ഷേ ഒരു വൈരാഗിയുടെ ഉപാസന എന്ന് പറഞ്ഞാൽ
കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും നന്മ വരാനുള്ള ഒരു ഉപാസനയാകുമ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങൾ ബോഡി മാഗ്നറ്റിക് ആകും. കാരണം ഉപാസനാമൂർത്തി പൂർണ്ണമായിട്ടും ആ ശരീരം ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന എന്താ, ഭഗവാനെ എൻ്റെ രോഗം അകറ്റണേ, ഭഗവാനെ എൻ്റെ അവസ്ഥ ഇങ്ങനെ മാറ്റിത്തരണേ എന്ന്. പക്ഷേ അതെല്ലാം എഫക്റ്റീവ് ആവുന്നത് ആ വൈരാഗ്യമായിട്ടുള്ള ആ ഉപാസകനിലാണ്. ഇപ്പോൾ ഒരു മഠത്തിൽ ഒരു മൂർത്തി ഉണ്ടെങ്കിൽ ആ മഠാധിപതിയാണ് ഉപാസകനെങ്കിൽ ആ മഠത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ, എൻ്റെ രോഗങ്ങൾ അകറ്റിത്തരണേ, അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ, എൻ്റെ ഈ പ്രശ്നങ്ങളൊന്ന് സോൾവാക്കി തന്നെ. ആ ഒരു പ്രശ്നത്തിൻ്റെ ചക്രത്തിലുള്ള നെഗറ്റിവിറ്റി ഓട്ടോമാറ്റിക്കലി ആ ഉപാസനാമൂർത്തി എടുക്കുമ്പോൾ ആ ഉപാസനാമൂർത്തിയുടെ പൂർണ്ണത ആ ഉപാസകനിലാണ്. അത് ടോട്ടലി ഉപാസകനിലോട്ട് വരുന്നു. അവിടെയാണ് ഈ ഒരു ബാലൻസിങ് നടക്കുന്നത്. ഇങ്ങനെ ഒരു വർഷം ഫുള്ള് ഹീൽ ആയിട്ടുള്ളതും ഈ മാഗ്നറ്റിക് ഹീലിങ്ങും ആയിട്ടുള്ളതും, അതായത് ഉപാസനാമൂർത്തിയായിട്ട് എടുത്ത പ്രാർത്ഥനയിൽ നിന്ന് എടുത്ത നെഗറ്റിവിറ്റിയും ഈ ഉപാസകനിലാണ്, ശരീരത്തിലാണ് അത് ആഘാതമേൽപ്പിക്കുന്നത്. അത് റീഫ്രഷ് ചെയ്യുന്ന അതായത് ഉപാസനാമൂർത്തി തന്നെ താൻ ഇരിക്കുന്ന ശരീരത്തെ റീഫ്രഷ് ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ ഈ പറയുന്ന തലം. അപ്പോൾ ഇത്രയും ഒരു കപ്പാസിറ്റി ഇവിടെ ഈ മഠത്തിലുള്ളത് കൊണ്ട് ഇത്രയും സാളഗ്രാമങ്ങൾ, ഇത്രയും നർമ്മദേശ്വരർ, ഇത്രയും മൂലലിംഗങ്ങൾ, ശ്രീചക്രങ്ങൾ ഉപാസിക്കുന്ന ഈ ഒരു മണ്ണിൽ നമുക്കറിയാം സാളഗ്രാമത്തിൻ്റെ തലങ്ങൾ എത്ര അശുദ്ധി ഉണ്ടെങ്കിലും സാളഗ്രാമത്തിൻ്റെ സറൗണ്ടിങ്ങിൽ വരുമ്പോൾ അത് ശുദ്ധിയാവും. കാരണം ഇതാണ്, നെഗറ്റിവിറ്റി വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ നെഗറ്റിവിറ്റി വലിച്ചെടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അത് എഫക്റ്റീവ് ആവും. പിന്നെ ശത്രു എന്നുള്ളത് നമുക്ക് പൊതുവേ എല്ലാവർക്കും പല രീതിയിലാണ് ശത്രുത. ചിലപ്പോൾ മിത്രങ്ങൾ തന്നെ, ചിലപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ ശത്രുത ഉണ്ടാവും, പക്ഷേ പ്രകടമാക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഒരു പിൻ പോയിൻ്റായിട്ട് ഈ ഒരു ദോഷങ്ങൾ, പ്രത്യേകിച്ച് ബാധാദോഷങ്ങൾ, നെഗറ്റിവിറ്റി എങ്ങനെ മാറ്റാം? അതായത് നിങ്ങളുടെ സുപരിചിതമാണ് കാഞ്ഞിരം, അതിൻ്റെ ഒരു തണ്ട് അല്ലെങ്കിൽ ഒരു കട്ട. അതിപ്പോൾ അങ്ങാടിക്കടയിലുണ്ട്, പിന്നെ സാധാരണ ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ ഈ തടി ഉണ്ടാവും, കാഞ്ഞിരം. അപ്പോൾ നമുക്ക് എന്താണോ ദോഷമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കാഞ്ഞിരത്തിൽ, ആ കാഞ്ഞിരക്കട്ടയിൽ അല്ലെങ്കിൽ കാഞ്ഞിരത്തിൻ്റെ കമ്പെടുക്കുക, അത് നല്ല രീതിയിൽ ഏതൊരു രോഗിയാണോ ആ രോഗിയുടെ അടിമുടി 21 പ്രാവശ്യം ഒഴിയുക. അതിനുശേഷം ഒരു പട്ടിൽ പൊതിഞ്ഞ് കെട്ടി ഒഴുക്കുള്ള വെള്ളത്തിൽ എത്രയും പെട്ടെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാധാദോഷമോ രോഗാവസ്ഥയോ എന്നുള്ളതിലേക്ക് മാറ്റും. ഇപ്പോൾ രോഗാവസ്ഥയൊക്കെ ആകുമ്പോൾ അടുപ്പിച്ച് 4 ദിവസം ഒഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ പട്ടിൽ, ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് കെട്ടി ആ കമ്പ് ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുക. നല്ല വ്യത്യാസമുണ്ടോ? നമുക്ക് ഒരു ചിലവിൻ്റെയും ആ മാനദണ്ഡമില്ല അവിടെ. നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്, നല്ല ഫലപ്രദമാണ്. കാഞ്ഞിരം പണ്ടേ തൊട്ടേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. കാഞ്ഞിരത്തിന് നെഗറ്റിവിറ്റി വലിച്ചെടുക്കാനുള്ള പവറുണ്ട്. അപ്പോൾ ഈ തളർന്നു കിടക്കുന്ന രോഗികൾക്കൊക്കെ അസ്വസ്ഥതകളൊക്കെ കൂടാറുണ്ട്. അപ്പോൾ അവരെ ഒഴിയാൻ പെട്ടെന്ന് പാടില്ല. അതുകൊണ്ട് എന്തു ചെയ്യും, അവർ കിടക്കുന്ന കിടക്കയുടെ താഴെ 3 ദിവസം വയ്ക്കും. എന്നിട്ട് 4-മത്തെ ദിവസം എടുത്തിട്ട് ഇതേപോലെ ചുമലപ്പട്ടിൽ കെട്ടി ഒഴുക്കുള്ള വെള്ളത്തിൽ. അപ്പോൾ ഈ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, കിടപ്പിലായ രോഗികൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ കുറഞ്ഞു കിട്ടും. അതടുപ്പിച്ച് ചെയ്താൽ മതി. നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട്, അവർ കിടപ്പ് രോഗിയാണെങ്കിലും നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതയും അവരുടെ ശരീരത്തിലുണ്ടാവുന്ന അസ്വസ്ഥതയും
നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ കിടപ്പ് രോഗിയാകുമ്പോൾ നമ്മുടെ മനസ്സും തളർന്നു പോകും. കാരണം അവർ ഒന്നും രണ്ടും ചെയ്യുന്ന ബെഡിലായിരിക്കും. അപ്പോൾ നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതയും അവർക്കത് അത് കുറയുന്ന രീതിയിൽ, കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ, അവർക്ക് യാതൊരു തരത്തിലുള്ള വേദന വരാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ ഒരു പ്രക്രിയയ്ക്കുണ്ട്. അത് വെച്ച് 3 ദിവസം, 4-ാമത്തെ ദിവസം കെട്ടി ഇതേപോലെ ചുമലക്കെട്ടിലെടുത്ത് ഒഴുക്കിക്കളയാം. നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം പണ്ടത്തെ കാരണവന്മാരൊക്കെ എപ്പോഴും ഒരു കെട്ട് കാഞ്ഞിര കട്ട എവിടെയെങ്കിലും വീട്ടിന് ഉള്ളിൽ ഉണ്ടാക്കും അവർ. കാരണം ഇങ്ങനെ വരുന്ന നെഗറ്റിവിറ്റീസ്, നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, കാരണം നമ്മൾ പല ആളുകളായിട്ട് മീറ്റ് ചെയ്യുന്നു, അതേപോലെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത് എപ്പോഴും എന്തുകൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന ഒരു തലം, എന്തു നോക്കിയാലും പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, എന്തു തൊട്ടാലും അബദ്ധങ്ങളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഈ പറയുന്ന പോലത്തെ ശത്രുദോഷം കൊണ്ടാണ്. അപ്പോൾ അത് അകറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ പറയുന്ന തടിക്കുള്ളത്. പണ്ട് മുതലേ കാഞ്ഞിരത്തിന് ഒരു പ്രത്യേക എനർജി ഉണ്ട്. അതിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം കാഞ്ഞിര എവിടെ ഇരിക്കുന്നോ അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവില്ല, വരുത്താൻ സമ്മതിക്കില്ല. അതാണ് ആ കാഞ്ഞിരത്തിന് ഇത്ര പ്രാധാന്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓം നമഃ ശിവായ. നിങ്ങളുടെ ഓരോ രീതിയിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെടലുകൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം. അതേപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. കാരണം എൻ്റെ ശരീരം കൂടി അതിന് ബാക്കപ്പായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.